ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എൻ്റെ കയ്യിലിരിക്കുന്നു ഹുവാവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളിയാക്കണം നിർത്തുക കേട്ടോ എല്ലാവരും. പ്യൂറ എന്നാണ് കേട്ടല്ലേ, പ്യൂറ അതായത് പ്യുവർ അല്ല, മറ്റേതല്ല. നമ്മളെ നാട്ടിൽ ഇതിന് വേറൊരു ഇതുണ്ട്. എല്ലാവരും അതൊന്ന് നിർത്തുക കേട്ടോ. അത് മതി, ആ ജോക്ക് കഴിഞ്ഞ്. ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്, ഞാൻ തന്നെ ഇവിടെ നിർത്തുകയാണത്. ഇറ്റ്സ് പ്യുവർ പ്യൂറ 90S Pro Max. ഒരു അൾട്രയും കൂടെ കൊടുക്കായിരുന്നു. എനിക്കൊന്ന് സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് വിറ്റത്. എന്താണെങ്കിലും ഇതാണ് പേട്ടി. ഫോണൊക്കെ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തു. കിടിലൻ കളർ. ഞാൻ ശരിക്കും പറയണം, ഇതേപോലെയൊക്കെ കുറച്ചൊക്കെ എന്താ പറയുക, വെറൈറ്റി കൊണ്ടുവരുന്ന ഒരേ ഒരു ബ്രാൻഡ് ഈ ലോകത്തിൽ ഇപ്പോൾ ഹുവാവി മാത്രമാണുള്ളത്. കളറിലൊക്കെ വേറെ കേസും ഉണ്ട്. അതായത് ആദ്യമായിട്ട് വലിയ സെൻസർ വെച്ചത് ഹുവാവിയാണ്. ഒരുപാടുണ്ട് ഹുവാവിക്ക് പറയാനാണെങ്കിൽ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. പിക്സൽ ബിന്നിങ് എന്ന് പറഞ്ഞ സാധനം ഹുവാവി. പിന്നെ പെരിസ്കോപ്പ് ആദ്യമായിട്ട് വെക്കണത് ഫോണിൽ ഹുവാവി. ലെജൻഡറി മാൻ. ഞാൻ ഇന്നും പറയണം, ഇവന്മാരെ ഒതുക്കിയതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ബ്രാൻഡ് നട്ടിൽ ഉയർത്തി നിൽക്കില്ലായിരുന്നു. അതൊക്കെ വേറെ കേസ്. എന്തിനാണെങ്കിലും നമുക്ക് തണ്ട് ഇതേപോലത്തെ ഒരു കേസ് വരണുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കേസ് വരുന്നുണ്ട്. പിന്നെ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു 100 വാട്ടിൻ്റെ ചാർജർ, ഇതേപോലെ ഒരു 100 വാട്ടിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്. ടൈപ്പ് സിയുടെ ഒരു വയറും തരുന്നുണ്ട്. ഈ 100 വാട്ട് മതിയടെ നിങ്ങളെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനും പാഡ് ചാർജ് ചെയ്യാനും എന്ത് കുന്തം ചാർജ് ചെയ്യാനും ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. പിന്നെ സിമ്മ് കുത്തികളകണ സുന ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്, ആരും പാഡ് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് പെട്ടിയിലകത്തുള്ള. നമുക്കിനി ഫോൺ കാണാം ഗൈസ്. മനോഹരമായ ബ്യൂട്ടിഫുള്ളായ ഫോൺ. ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. മനോഹരമായ ഒരു, ഇതിൻ്റെ ഒരു പേരെന്തിനായിരുന്നു ഈ കളറിൻ്റെ? ഇതിൻ്റെ പേരാണ് ഓറഞ്ച് ഓഷ്യൻ. പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു ഗോൾഡ് ഉണ്ട്, പിന്നെ ഒരു ബ്ലേസ് പർപ്പിൾ. ഈ 4 കളറിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൻ്റെ തന്നെ പ്രോ ഉണ്ട് കേട്ടോ. പ്രോ മാക്സ് അല്ലാതെ വെറും പ്രോ ഉണ്ട്, 90S Pro. ഈ എസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വെർഷനെയാണ് അവർ എസ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലോബൽ വെർഷനാണ്. ആൻഡ് ഈ ഒരു കളർ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുക്കുന്നത് ഓക്കെയാണ്. സൈഡ് ഫ്രെയിം കണ്ടോ, അവിടെയുണ്ട് അതേ കളർ ഗ്രേഡിയൻറ്റ്. ഇത് ഇൻഡസ്ട്രിയിൽ തന്നെ ഫസ്റ്റായിട്ടാണ് അത് ചെയ്യുന്നത്. ഇതേപോലെ അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഇതിലോട്ട്, നമ്മുടെ മിഡ് ഫ്രെയിമിലോട്ട്. ഒരു രക്ഷയില്ല മോനെ, ബ്യൂട്ടിഫുൾ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ. ഫ്രണ്ടിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആൻറ്റി റിഫ്ലക്റ്റിംഗ് വരുന്ന ഒരു ഗംഭീര ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വെടിച്ചില്ലൻ ഡിസ്പ്ലേ. ബെസൽ ലെസ് ആയിട്ടുള്ള ഒരു കിടിലൻ ഡിസ്പ്ലേ. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യണേ. കിടിലം, മനോഹരം. പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഇവർക്ക് ഡിസ്പ്ലേയിൽ എന്തടേ ഈ അൾട്രാസോണിക് കൊടുത്താൽ അതെന്തിനും ആയിക്കോട്ടെ. എന്തിനാണെങ്കിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. IP68 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള ഈ ക്യാമറ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്തിനാണെന്ന്. അത് ഞാൻ ഇതിപ്പോൾ തുറന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ ഒരു കലാപരിപാടിയെ പറ്റിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആമുലേറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നത്. LTPO പാനലാണ്. നമുക്ക് HDR10 സപ്പോർട്ടുണ്ട്. 10+ൻ്റെ ഡോൾബി വിഷൻ്റെ ഒന്നും സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. മനോഹരമായൊരു ഗംഭീര ഡിസ്പ്ലേ, ഒന്നും പറയാനില്ല. PWM ഡിമ്മിങ് പോലത്തെ പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എത്ര ഹേർട്സ് എന്നൊന്നും അവർ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, eSIM സപ്പോർട്ട് വരുന്നുണ്ട്. ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം, ഈ ഫോണിൽ താഴെ 5G എന്നെഴുതിക്കണുണ്ട്. ഇത് 5G സപ്പോർട്ട് ചെയ്യും ഫൈനലി. അത് എന്ത് ഗുസ്തി പിടിച്ചിട്ടാണ് അവന്മാർ അത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏറ്റവും ചെറിയൊരു ഡ്രോബാക്ക് ആയിരുന്നു 5G ഇല്ല എന്ന് പറഞ്ഞത്. ഇതിൽ 5.5G ആണ്, വെറും 5G അല്ല. നിങ്ങൾ ദുബായ് മോൾ ഓഫ് ദി എമിറേറ്റ്സിലൊക്കെ പോണ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് 5.5G എന്ന് പറയുന്ന അവരെ ഹൈ സ്പീഡ് 5G നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ കിറൻ്റെ 930S എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. 5 നാനോമീറ്റർ പ്രോസസ്സിലാണ് വരുന്നത്. 1.3 മില്യൺ ആൻഡ്രോയിഡ് സ്കോർ വരുന്നുണ്ട്. ഒട്ടും CPU ത്രോട്ടിലിങ്ങോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നല്ല ഒരു സോളിഡ് ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ നല്ല ഒരു കൂളിംഗ് സിസ്റ്റം അമ്മമാർ ഈ ഫോണിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് കോൾ ഓഫ് ഡ്യൂട്ടി, അതേപോലെ നിങ്ങളുടെ നമ്മുടെ പ്രിൻസ് ഓഫ് പെർഷ്യ, PUBG തുടങ്ങിയ എല്ലാ കളികളും ഇതിൽ കളിക്കാൻ പറ്റും.
പക്ഷേ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണായിട്ടല്ല ഹുവാവി ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് Gbox എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് എല്ലാ ആപ്പും നിങ്ങൾക്ക് ഇതിലോട്ട് ഇടാം. അതിപ്പം നിങ്ങളുടെ നമ്മുടെ ഈ എന്തിൻ്റെ പരിപാടി ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ആകെപ്പാടെ വർക്കാവാത്തത് ട്വിറ്റർ മാത്രമാണ് കേട്ടോ. അതെന്തിനാണെന്ന് എനിക്കൊരു പിടിയുമില്ല. ആൻഡ് ഇതാണ് ഇൻസ്റ്റാഗ്രാം. ഒരു കുഴപ്പമില്ലാതെ ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യണുണ്ട്. പിന്നെ സൗണ്ട് സ്റ്റീരിയോ സ്പീക്കർ, എൻ്റെ പൊന്നു ഫോൺ കിടന്നിങ്ങനെ ഇത് എന്തൊരു സ്റ്റീരിയോ സ്പീക്കറുടെ അതിൻ്റെ അകത്ത് വെച്ചേക്കണത്. അതേപോലെ UFS സ്റ്റോറേജ് 4.1 LPDDR5 റാമാണ് ഇരിക്കുന്നത്. 12 GB റാമാണ് വരുന്നത്. 512 GB വേരിയൻറ്റ് 12 GB റാമുമാണ് വരുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ദുബായിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഗാലറി വഴി നിങ്ങൾക്ക് ഇപ്പം എമിറേറ്റ്സ് ഇസ്ലാമിക്കിൻ്റെ ബാങ്ക് ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എമിറേറ്റ്സ് പിന്നെ മറ്റേ എമിറേറ്റ്സ് MBD അതിൻ്റെ നമുക്ക് ഡയറക്റ്റ് വരുന്നുണ്ട്. ട്രിപ്പ് ഒരുപാട് സാധനങ്ങൾ ഈ പറയുന്ന ഹുവാവി ആപ്പ് ഗാലറിയിലുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സാധനങ്ങൾ വരുമ്പം കുറച്ച് പണിയാണ്, അതില്ല. അത് സത്യം പറഞ്ഞാൽ കാനറ ബാങ്കും കോട്ടക് ബാങ്കും SBI ഒക്കെ ഈ പറയുന്ന ഹുവാവിയുടെ ആപ്പ് ഗാലറിയിലോട്ട് അവരെ ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഈസി ആയിട്ട് അതും വർക്കാവും. പക്ഷേ പ്രസൻ്റ്ലി അതില്ലാത്തത് കൊണ്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും നമുക്ക് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് ആപ്സ് ഒക്കെ ഈസി ആയിട്ട് ഇതിലായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ട്വിറ്റർ വർക്ക് ചെയ്യുന്നില്ല. അതെന്തൊരു പൊണ്ണാക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. ഫ്രണ്ട് ക്യാമറ നമുക്ക് 13 MP സെൽഫി ഷൂട്ടറാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് അതിലെടുക്കാം. ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 4K 30 FPS സപ്പോർട്ടും വരുന്നുണ്ട്. നമുക്ക് ബാക്ക് ക്യാമറയെ പറ്റി പറയാൻ 200 MP ഒരു ഗംഭീര സെൻസർ, അതും 1:1.28 ഇഞ്ചസ് വരുന്ന ഒരു ജിമിട്ടൻ 200 MP സൂം സെൻസർ. അത് ഞാൻ കുറച്ചൊന്നൊരു സാമ്പിൾ ഷോട്ടൊക്കെ എടുത്തു നോക്കി. ഞാൻ കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ പറയാം. പിന്നെ നമുക്കൊരു 40 MP അൾട്രാ വൈഡും പിന്നെ ഒരു 50 MP വൈഡും വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള സെൻസർ. അതിൻ്റെ അകത്ത് നമ്മുടെ ലോഫിക് എന്ന് പറയുന്ന ടെക്നോളജിയാണ് വരുന്നത്. അതായത് കുറച്ചും കൂടെ ബ്ലോൺ ഔട്ടൊന്നും ആവാതെ തന്നെ, അതായത് നമ്മളെ ബാക്ക് ലൈറ്റ് നമുക്ക് സൂര്യനും എന്തെങ്കിലും ലൈറ്റ് ബാക്കിലുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ മുഖമൊക്കെ ഹൈലൈറ്റ്സ് ഒക്കെ അത്ര ലെവലായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ലോഫിക് എന്ന് പറഞ്ഞത്. അതായത് HDR എന്ന് പറയുന്നതിൻ്റെ ഒരു 1 സ്റ്റെപ്പ് മോളിൽ നിൽക്കുന്ന പരിപാടി. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കളർ സ്പെക്ട്രം എന്ന് പറയുന്നൊരു സെൻസർ വരുന്നുണ്ട്. അത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 2.0 എന്ന് പറയുന്ന ഒരു കളർ ഡെപ്ത് സെൻസറാണത്. ദാറ്റ് വിൽ ഗിവ് യു ആക്യുറേറ്റ് പരിപാടികൾ, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള കളേഴ്സ്. നിങ്ങൾ എന്താണോ കാണുന്നത് അതേ കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ഇതിൽ നിന്ന് ഞാൻ ഒരു ഫോട്ടോ എടുത്തു തന്നെ അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മികവ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനും ആ ബ്ലറും, ഇതാണ് ആ ഫോട്ടോ. ആ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നോക്കിയേ, ഷാർപ്നെസ് നോക്കിയേ, കളറ് നോക്കിയേ, ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ കണ്ട. മോനെ ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. ഞാൻ എന്തായാലും കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നെ വരാം. Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ, ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. ഇതാണ് മോനെ പ്യൂറ 90S Pro Max. ഇതിൻ്റെ ക്യാമറ അത്യുഗ്രൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ, ഇവന്മാരെ ഒതുക്കിയിലായിരുന്നു കണ്ടല്ലോ. ഒരു ബ്രാൻഡും നിൽക്കൂലായിരുന്നു അവരെ ഫ്രണ്ടിൽ. കിടിലം ക്യാമറ എന്ന് പറഞ്ഞാൽ കളേഴ്സ് ആയിക്കോട്ട് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറ്, കളറ്, ഇതിൻ്റെ ഷാർപ്നെസ്, ഫോട്ടോ തരുന്ന ഒരു രക്ഷയില്ല. സൂമിൻ്റെ കേസിൽ പറയണ്ട, അണ്ണം വേറെ ലെവല്. ഒരു രക്ഷയില്ലാത്ത ക്യാമറ പരിപാടി. കിടിലം HDR, അത് എസ്പെഷ്യലി മറ്റേ 50 MP ആ മെയിൻ സെൻസറിൽ ലോഫിക് ടെക്നോളജി കൂടെ വരുന്നതുകൊണ്ട് HDR പിക്ചേഴ്സൊക്കെ വേറെ ലെവല്. അതുപോലെ 16 സ്റ്റോപ്പിൻ്റെ എക്സ്പോഷർ കൺട്രോളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ AI കോമ്പോസിഷൻ പോലത്തെ AI പരിപാടികൾ വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ഗ്ലെയർ കട്ട് ചെയ്യുന്ന ഒരു AI പരിപാടി വരുന്നുണ്ട്. ഒരു മനുഷ്യനെ മൂവ് ചെയ്യാനുള്ള പരിപാടി വരുന്നുണ്ട്.
ആൾക്കാരെ റിമൂവ് ചെയ്യുന്ന പരിപാടി വരുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം AI സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഫോട്ടോ എടുക്കാൻ ഒരു രക്ഷയില്ല. ഇതിൽ പിന്നെ സീലിയ എന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ. സീലിയ, സീലിയ ESLE വരുമോ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സാധനമുണ്ട് സീലിയ എന്ന് പറഞ്ഞിട്ട് ഒരു AI പരിപാടിയുണ്ട്. ഇതാണ് ഇതിൻ്റെ AI മറ്റേ ചാറ്റ്. ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് സ്ക്രീൻ റെക്കോർഡിങ് ഓൺ. ഭയങ്കര സുഖമാണ് കേട്ടോ. അതിൽ മറ്റേ AI ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ പരിപാടി കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ലേ ഔട്ടാണ് വരുന്നത്. നമുക്ക് ഈ താഴെ ഒരു ആരുണ്ട്, അത് നിൽക്കുമ്പോഴാണ് ആസ്പെക്റ്റ് റേഷ്യോ അല്ലെങ്കിൽ AI കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തന്നെ അത് കാണിച്ചു തരും അത് എങ്ങനെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ. ഫ്ലാഷ്, എക്സ്മേജ്, AI മാസ്റ്റർ. എക്സ്മേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മോണോക്രോം ഇങ്ങനത്തെ ഫിൽറ്റേഴ്സ് വരും. AI മാസ്റ്റർ, മൂവിങ് പിക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് വാൾപേപ്പർ, ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, അസിസ്റ്റ് ഗ്രിഡ്, പിന്നെ സെറ്റിങ്സ്. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. സെറ്റിങ്സിൽ ഇത്രയും സാധനങ്ങളുണ്ട്. നമുക്ക് ടൈമറും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൺ ചെയ്യാം, വാട്ടർ മാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് മോളിൽ കുറച്ച് തന്നിട്ടുണ്ട്, കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. 1x 2x അൾട്രാ വൈഡൊക്കെ മുട്ടാൻ വൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അൾട്രാ വൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. 1x 2x 4x 10x വരെ. 10x ഡിജിറ്റൽ ഇതാണ്. ഡിജിറ്റൽ എന്ന് പറയാൻ പറ്റൂല, ഒപ്റ്റിക്കലി തന്നെ പെരിസ്കോപ്പ് ഏറ്റവും ഹൈ അഡ്വാൻസ്ഡ് 200 മെഗാ പിക്സലിൻ്റെ ഏറ്റവും 1:1.28 ഇഞ്ചിൻ്റെ സെൻസർ സൈസ് വരുന്ന ലൈറ്റിന് അമ്മാരെ എടുക്കുന്ന ഒരു കീടിലം സാധനമാണ് ഈ പറയുന്ന 200 മെഗാ പിക്സലിൻ്റെ സാധനം. ഒരു ഉണ്ട വന്നേണ്ട, അതാണ് മറ്റേ AI കോമ്പോസിഷൻ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. 1x എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ 4x എടുത്തിട്ട് ഇവിടെ നിന്ന് തട്ടി ചെയ്താൽ അങ്ങനെ വരും. അതൊക്കെ കാണാം. പിന്നെ 10x വരെ പോകാം. 10x നിന്ന് ഏകദേശം ഒരു 20x 100x വരെ പോവാം. പക്ഷേ ഇതിൽ ആ 20x വരെ നല്ല കീടിലെ ഫോട്ടോസ് എടുക്കാം. 20x വരെ നല്ല ഫോട്ടോസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലും 10x തൊട്ട് 30x വരെ നമുക്ക് സൂമിൻ ചെയ്യാം. അതും സൂമിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിയർ ആവും. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. മെട്രോയിലേക്ക് ഇത് കണ്ടോ, അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സൂം പരിപാടിയാണ് അവന്മാർ ഇതിൽ പിടിച്ചേക്കുന്നത്. പിന്നെ പ്രോ മോഡിൽ നമുക്ക് മറ്റേ വേരിയബിൾ അപ്പർച്ചർ ഉണ്ട്, അത് കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ അത് ക്ലോസ് ആയി. ഇത് ഫുൾ ഓപ്പൺ 1.4, ഇത് F4 1.4. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അതിനനുസരിച്ചിട്ട് കുറേയും കൂടിയൊക്കെ ചെയ്യും. F1 ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ബൊക്കെ നമുക്ക് കിട്ടും. പ്രോ മോഡ് വരുന്നുണ്ട്. പിന്നെ ഒരേ സമയത്ത് ഡ്യുവൽ വീഡിയോ, മൾട്ടി ക്യാമ്, പിന്നെ ഹൈ റെസൊല്യൂഷൻ, ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള സാധനം, സ്ലോ മോഷൻ, ലൈറ്റ് പെയിൻറ്റിങ്, പനോരമ തുടങ്ങിയ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. 1x 2x 4x 5.6x 10x എന്നുള്ള രീതിയിൽ. സ്നാപ്ഷോട്ട് എന്നുള്ള ഫീച്ചർ മൂവിങ് ഒബ്ജക്ട്സിനെ എടുക്കാനായിട്ട് സ്നാപ്ഷോട്ട് യൂസ് ചെയ്യാം. നൈറ്റ് ഫോട്ടോഗ്രാഫി തന്നെയാണ്. അതിഗംഭീരം എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല. ഫോട്ടോ സാമ്പിൾസ് വേണമെങ്കിൽ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇതൊക്കെ നോക്കി നൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നോക്കടാ. ഇതാ ലോഫിക്കാണ്, മെയിൻ സെൻസറിലാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡീറ്റെയിലിംഗ് ഓഫ് ദിസ് പിക്ചർ, ഹൗ വെൽ ഇറ്റ് കൺട്രോൾസ് ദ ലൈറ്റ്, ഇറ്റ് കൺട്രോൾസ് ദ ഷാഡോസ്. ഈ ഫോട്ടോ ഒക്കെ നോക്കി സൂമിൻ ചെയ്ത ഫോട്ടോ ആണ്. എൻ്റെ മോനെ എന്താ രസം, ഒരു രക്ഷയില്ല കേട്ടോ. വെടിക്കെട്ട് ക്യാമറ. വീഡിയോ എടുക്കാനും സൂപ്പറാണ്, വീഡിയോ എടുക്കാനും പൊളി. ഇത് നോക്കിയാൽ ഇതൊരു 10x ഫോട്ടോ ആണ്. എന്ത് രസവും നോക്കിയാൽ, ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയാൽ. ഈ ചേട്ടൻ്റെ ഫേസൊക്കെ നല്ല രീതിയിൽ. ഞാൻ ഇത് ഒന്നും പറയാനില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ആ വെള്ളം, അതിൻ്റെ ആ കളറ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മാൻ. ദ പിക്ചേഴ്സ് ലുക്ക് സോ ഗുഡ് ഇൻ ദിസ് ഫോട്ടോ, ഇൻ ദിസ് ഡിവൈസ്. ഒന്നും പറയാനില്ല. പിന്നെ നമ്മളിപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നല്ല രസമാണ്. നല്ല സ്കിൻ ടോണും നല്ല രസമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ ആയിക്കോട്ടെ, എഡ്ജ് ഡിറ്റക്ഷൻ ആയിക്കോട്ടെ. സോ ഗുഡ് മാൻ, സോ ഗുഡ്, സോ ഡാം ഗുഡ്.
ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാല്ല. കളേഴ്സ് ആയിക്കോട്ടെ, ആൾക്കാർ ഇഷ്ടംപോലെ വേറെ ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും നമ്മളെയൊക്കെ ആ ഷാർപ്നെസ് ഉണ്ടല്ലോ ഇമേജിൻ്റെ, അടിപൊളി. നല്ല എന്താ പറയുക, നല്ലൊരു ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവർക്കൊക്കെ അടിച്ച് പൊളിക്കുക ഐഫോൺ വെച്ച്. നല്ല കളേഴ്സും ഞാൻ പറയാം, നമ്മൾ എന്താണോ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് ആ കളേഴ്സ് നമുക്കിവിടെ റീക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഇതിൻ്റെ മാക്രോ കേപ്പബിലിറ്റീസ് ആർ ഡാം ഗുഡ്. ഫുഡ് ഫോട്ടോഗ്രാഫി, നമ്മൾ എടുക്കുന്ന സാധനം ഫുഡാണെന്ന് അത് റെക്കഗ്നൈസ്, അതൊക്കെ AI പരിപാടിയാണ് കേട്ടോ. നമുക്ക് ബ്ലൂ സ്കൈസ് വരുന്നുണ്ടോ, നമുക്ക് ഫുഡാണോ എടുക്കുന്നത്, മനുഷ്യനാണോ എടുക്കുന്നതൊക്കെ ഉള്ള രീതിയിൽ അത് ഇത് ചെയ്യുന്നുണ്ട്. ഇറ്റ് ടേക്സ് വെരി, യു ക്യാൻ ക്യാപ്ചർ റിയലി ഗുഡ് മൂമെൻറ്റ്സ് വിത്ത് ദിസ് ഡിവൈസ് എന്നാണ് എനിക്കിവിടെ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. എനിക്ക് ഇന്ന് പറയാനില്ല, അടിപൊളി ഫോൺ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ മാക്രോ കേപ്പബിലിറ്റീസ്. ഞാൻ പിന്നെ ഇത് ഇവിടെ വെച്ചെടുത്തതാണ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ നോക്കി ആ കിളിയിലേക്ക്. ഒരു രക്ഷയില്ലാത്ത ഫോണെന്നല്ലാതെ ഇതിൻ്റെ ക്യാമറ അത്യുഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. അത് പിന്നെ എങ്ങനെയുണ്ടായിരിക്കും? ആദ്യത്തെ പെരിസ്കോപ്പ് കൊണ്ടുവന്നത് ഇവരാണ്. ആദ്യമായിട്ട് വലിയൊരു സെൻസർ കൊണ്ടുവന്നത് ഹുവാവിയാണ്. പിക്സൽ ബിന്നിങ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത് ഇവന്മാരാണ്. എന്ന് പറയേണ്ട മിക്ക ക്യാമറ ഹാർഡ്വെയറിൽ ഇപ്പോഴത്തെ കോത്തന്മാരെടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നവരാണ്. ആൻഡ് ദിസ് ഫോൺ ഈസ് ആബ്സല്യൂട്ട്ലി കില്ലർ. 13 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഹുവാവിയുടെ പ്യൂര 90S Pro Maxൽ വരുന്നത്. നമുക്ക് 4K 30 FPS വീഡിയോ സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നുണ്ട്. ബാക്ക് ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള പരിപാടി ഇതിൽ വരുന്നില്ല. ബട്ട് നിങ്ങൾ ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ക്ലാരിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബാക്കിൽ നമുക്ക് 4K 60 FPS സപ്പോർട്ട് വരുന്നുണ്ട്. 120 സപ്പോർട്ടൊന്നുമില്ല. 40 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് ഈ ഒരു ക്ലാരിറ്റി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. മെഗാ വൈഡാണ് ഈ പറയുന്ന അൾട്രാ വൈഡ്. സോ ദിസ് ഇസ് ദ ക്ലാരിറ്റി ഓഫ് ദ അൾട്രാ വൈഡ്. ദിസ് ഇസ് ദ ക്ലാരിറ്റി ഓഫ് ദ 1X. ദിസ് ഇസ് 50 മെഗാ പിക്സലിൻ്റെ ഏറ്റവും കുറച്ചും കൂടെ വലിയ സെൻസറാണ് വരുന്നത്. സോ ഹൈലൈറ്റ് കൺട്രോൾസ് ഒക്കെ ഏകദേശം ഇതേപോലെ ആയിരിക്കും അറ്റ് 4K 30 FPS. ആൻഡ് സൂം ഓപ്ഷൻ വേറെ ലെവലാണ് കേട്ടോ. സൂം ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ ഇത്രയും കിടിലം സൂം ഓപ്ഷൻ വരുന്ന ഒരു ഫോണില്ല. അത് മാത്രമല്ല അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കണ്ടില്ലേ, സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ലെൻസ് ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല. ആൻഡ് നല്ല സ്റ്റേബിളാണ് ഈ പറയുന്ന സൂമിൽ. നമുക്ക് അത്യാവശ്യം കിട്ടില്ല സ്റ്റെബിലിറ്റി വരുന്നത്. CPR 7.7 സ്റ്റെബിലിറ്റി സ്കോറൊക്കെ തരുന്നുണ്ട്. ജസ്റ്റ് സീ ഹൗ സ്മൂത്ത്ലി ഇറ്റ് ഈസ് ഗോയിങ്. സീ, എൻ്റെ മോനെ, എങ്ങോ പോണ ഒരു ചേട്ടനും എവിടെയോ ക്രോസ് ചെയ്ത് പോകുന്നൊരു ചേച്ചിയും, ഇവരെയൊക്കെയാണ് നമ്മളവിടെ ഇത്രയും ദൂരത്തിലിരുന്ന് സൂം ചെയ്ത് കണ്ടത്. സോ ആൻഡ് ദാറ്റ് ടു വെരി സ്റ്റേബിൾ. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. മേടിച്ചില്ല ക്യാമറ ഫോർ വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് 5G ആണ്. ഇപ്പോൾ 5.5G വന്നിട്ടുണ്ട്. 1.3 മില്യൺ വരുന്ന ഒരു നല്ലൊരു ചിപ്സെറ്റ് ഉണ്ട്. പക്ഷേ അറിയാമല്ലോ, പിന്നെ അതിൽ നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാം, നമുക്ക് PUBG കളിക്കാം, നമുക്ക് പ്രിൻസ് ഓഫ് പേർഷ്യ പോലത്തെ ഗെയിം കളിക്കാം. ഒരു കുഴപ്പമില്ല. അത്യാവശ്യം വലിയ ഫോണായതുകൊണ്ടൊക്കെ തന്നെ വലിയ ഹീറ്റിങ്ങോ അങ്ങനത്തെ പരിപാടി ഞാൻ കണ്ടില്ല. PW ഡിമ്മിങ് വരുന്നുണ്ട്. ഗംഭീര ഡിസ്പ്ലേ. എനിക്ക് ആകെ തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അവർക്ക് കൊടുക്കാമായിരുന്നു. ദ കളർ ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ദിസ് കളർ, ഇതാണ് ഓഷ്യൻ ഓറഞ്ച് എന്നെന്തോ പറയുന്ന കളറാണ്. സൂപ്പർ, നല്ല രസമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ഡിസൈനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ വേറെ പല കളറുണ്ട്, പക്ഷേ ദിസ് കളർ ഇസ് സൂപ്പർ. പിന്നെ അറിയാമല്ലോ, ഗൂഗിൾ സാധനങ്ങളൊക്കെ ഇതിൽ വർക്കാവും, പക്ഷേ അതിന് അതിൻ്റേതായ പോരായ്മകളുണ്ട്. അതൊരു നമ്മളെന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ചൈനീസ് സെർവറിലോട്ടാണ് നമ്മളുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു സാധനങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ സുഖമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഈ ക്യാമറ സിസ്റ്റത്തിന് എനിക്ക് തോന്നണില്ല വേറെ ആരെങ്കിലും വരും. ദിസ് ഈസ് ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ലെവൽ ക്യാമറ, നെക്സ്റ്റ് ലെവൽ. ഞാൻ പറയില്ല, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ പറയില്ല, നമുക്ക് ഗൂഗിൾ സർവീസസ് മറ്റേ Gbox വഴി എടുക്കാം, പക്ഷേ ട്വിറ്റർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ട്വിറ്ററിൽ ഒരു പ്രശ്നം, എല്ലാം ഞാൻ ട്രൈ ചെയ്ത് ട്വിറ്റർ സപ്പോർട്ട് ചെയ്യുന്നില്ല. വേറെ ഒരു കാര്യമില്ല. അടിപൊളി ഫോൺ, ഒന്നും പറയാനില്ല. ഒരുപാട് AI പരിപാടികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. AI നോട്ട്സും മറ്റതും മറിച്ചൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതി ചെയ്യാനുണ്ട്. ഈ പറയുന്ന സീലിയ വെച്ചിട്ട് നിങ്ങൾക്ക് AI വോയിസ്, ലെൻസ്, ടച്ച്, സെർച്ച് ഒക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് എടുക്കാൻ പറ്റും.
ആൻഡ് ഒരു രക്ഷയില്ലാത്ത ക്യാമറ ഡിവൈസ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് 3,999 ആണ് ദർഹംസ്. 3,999 ദർഹംസ് ആണ് നമുക്ക് ദുബായിൽ ഇത് വരുന്നത്. ഒരൊറ്റ വേരിയൻ്റേ ഉള്ളൂ എന്നാണ്, 12GB to 512GB. ആ വേരിയൻറ്റിന് ഈ സാധനം കിട്ടും. നിങ്ങളിപ്പോൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കിഡിലെ ഒരു ഹുവാവിയുടെ ഹെഡ്സെറ്റ്, മറ്റേ ഒരു പ്രോ വേരിയൻ്റ് ഹെഡ്സെറ്റ് ഉണ്ട്, ഫ്രീ ക്ലിപ്സ്, ഫ്രീ ബഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് സാധനം നിങ്ങൾക്ക് ഫ്രീ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഹുവാവിയുടെ ഒരു 1 year നിങ്ങൾക്ക് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റിൻ്റെ വാറണ്ടി, ബാറ്ററി റീപ്ലേസ്മെൻറ്റ് സാധനമൊക്കെ വെച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ 1 yearൻ്റെ ഒരു സാധനം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം. 3,999. For that price, I think this is a killer phone. Especially if you are looking for a photographic centric phone. ഒരു രക്ഷയില്ല. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, 100 watt, 6000 mAh ബാറ്ററി, 80 watt വയർലെസ് ചാർജിങ്, അത് സെപ്പറേറ്റ് മേടിക്കണം. തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചാണ് വരുന്നത്. ബട്ട് സൂപ്പർ ഫോൺ, സൂപ്പർ ഡിവൈസ് എന്നല്ല, എനിക്ക് വേറൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. ഏകദേശം 5G എന്ന് പറഞ്ഞാൽ 5.5G ആണ്. 3 Gbps സ്പീഡ് വരെ കിട്ടുന്ന 5G ആണ് ഇതിനകത്തുള്ളത്. അത്യാവശ്യം നല്ല ഒരു നമ്മളിപ്പോൾ സ്പീഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. 1 Gbps, 1.5, 2 Gbps ഒക്കെ ഈസി വരും ദുബായിൽ തന്നെ. സോ ഗംഭീര ഡിവൈസ്, ഒന്നും പറയാനില്ല. ഐ ലവ് ദിസ് ഡിവൈസ്. ഐ ലവ് ദ ക്യാമറാമാൻ. അതിൽ മാത്രമല്ല, ഇവർ തന്നെ ഇവിടെ ഒരു ട്രൂ കളർ 2.0 എന്ന് പറഞ്ഞ സാധനമുണ്ട്, ട്രൂ ടു കളർ. ആ ഒരു സെൻസറിൻ്റെ കളിയാണ്. ഒരു ചെറിയ സെൻസറാണ്, ഒരു പൊട്ട്. ആ സാധനമാണ് മൊത്തം കളർ. എങ്ങനെയാണ് നമ്മൾ ആ ഒരു സിനാരി കാണുന്നത്, അത് അങ്ങനെ എടുക്കും. ഞാൻ പറയും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി അറിയാമെങ്കിൽ ഒന്നും പറയാനില്ല. കിഡില സാധനം. നല്ലൊരു ഡിസ്പ്ലേ, ആൻറ്റി റിഫ്ലക്റ്റിംഗ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്വിൻലിൻ ഗ്ലാസ് എന്നാണ് അതിൽ പറയുന്നത്. ബട്ട് ഒരു എല്ലാ ഫോണിനെ പോലെ പെർഫെക്റ്റ് അല്ല, അറിയാം. ഞാൻ പറയും, ഇവന്മാരെ ഒതുക്കിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോഴും പറഞ്ഞു ഭരിച്ചേനെ അവന്മാർ. ഹുവാവി ഇതിലൊരു പവർഫുൾ ചിപ്സെറ്റും പ്ലേ സ്റ്റോറും വന്ന തെണ്ടും. ഞാൻ ചുമ്മാ പറയണല്ലോ, ബിൽഡ് ക്വാളിറ്റി തൊട്ട് സകല സാധനങ്ങളും ഹൈ സ്റ്റാൻഡേർഡാണ് അവന്മാർ കൊടുക്കണം. ഞാൻ ചുമ്മാ പറയണല്ലോ, തെണ്ടും ഭാഗ്യമുള്ളവന്മാർ. അതാണ് എനിക്ക് ഹുവാവി പ്യൂറ 90S Pro Maxനെ പറ്റി പറയാനുള്ളത്. സോ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ഐ എം സ്റ്റിൽ സെയിങ്, ഇപ്പോഴും ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണം, ക്യാമറ കിങ്ങടെ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ശരി എന്നാൽ.